വിവാദങ്ങൾ തിരിഞ്ഞുകൊത്തുമെന്ന വിലയിരുത്തലിൽ ഡോക്ടർ ഹാരിസിനെതിരായ നീക്കങ്ങളിൽ നിന്ന് ആരോഗ്യവകുപ്പ് പിന്നോട്ടു പോകുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിക്ക് ശുപാർശയുണ്ടാകില്ല. ഉപകരണം കാണാതായതിൽ കൂടുതൽ അന്വേഷണത്തിനും സാധ്യതയില്ല. അതേസമയം 5 ദിവസത്തെ അവധി കഴിഞ്ഞ് ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോഴത്തെ ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകില്ല. എന്താണ് ഈ ഒരു ആരോഗ്യവകുപ്പിന്റെ പിന്നോട്ട് പോക്കലുള്ള ഇപ്പോഴത്തെ ഒരു കാരണം? അമൽ. ജയലക്ഷ്മി, പൊതുജന വികാരം ഹാരിസ് ചിറക്കലിനൊപ്പമാണ് എന്ന നല്ല ബോധ്യം സർക്കാരിനുണ്ട്. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുതൽ ഹാരിസ് ചിറക്കൽ എടുക്കുന്ന ഓരോ നിലപാടുകൾക്കും വലിയ തോതിൽ കയ്യടി കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിശക്തമായ ജനകീയ രോഷം വിളിച്ചു വരുത്തും എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് നിലപാട് മയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഹാരിസ് ചിറക്കലിനോട് വിശദീകരണം തേടി നൽകിയ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കടുത്ത നിലപാടിലേക്ക് ആരോഗ്യവകുപ്പ് പോകുന്നില്ല. അതിൽ ഈ പറയുന്ന ശസ്ത്രക്രിയ മുടക്കിയെന്നും അതോടൊപ്പം തന്നെ ചട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ചട്ടലംഘനങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് പോകുന്നുവെന്ന് സൂചന നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നിലപാടിലല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ KGM-CTA യോഗം ഉണ്ടായിരുന്നു. രാത്രി വൈകിയാണ് ആ യോഗം അവസാനിച്ചത്. ആ യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുമായി ചില ആശയവിനിമയങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ അടുത്ത നടപടി ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് KGM-CTA ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉപകരണം കാണാതായ വിഷയം എന്ന് പറയുന്നത് അതീവ ഗൗരവമായി എടുത്ത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നിലപാട്. കാരണം ഉപകരണം അവിടെ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മോസിലോസ്കോപ്പ് ഈ പറയുന്ന വകുപ്പ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ആ വിഷയത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ പോലും ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും ഉയർന്നു വന്നിരുന്നു. ഈ ഉപകരണം കാണാതായതിനായിരുന്നല്ലോ മന്ത്രി അടക്കം മോഷണം ശ്രമം അല്ലെങ്കിൽ ഒരു മോഷണമായിരിക്കും എന്നുള്ള തരത്തിലൊക്കെ പ്രതികരണങ്ങൾ വന്നിരുന്നു. അപ്പോൾ ആ ഒരു ആരോപണങ്ങൾ വരെ ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഉപകരണം കാണാതായതിൽ കൂടുതൽ അന്വേഷണത്തിന് സാധ്യതയില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും അമൽ? ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി ഈ വിഷയം ആകെ അങ്ങ് വഷളാവുകയായിരുന്നു. ഈ ഉപകരണം കാണാതെ ആയത് സംബന്ധിച്ച വിഷയത്തിൽ അവിടെ നിന്നും മറ്റൊരു ബില്ല് കിട്ടി. പകരം ഒരു പുതിയ ഉപകരണം, നേരത്തെ ഉണ്ടായിരുന്ന മോസിലോസ്കോപ്പ് കാണാതായി. അതിനുശേഷം പിന്നീട് ഹാരിസ് ചിറക്കൽ തന്നെ പകരം ഒരു ഉപകരണം അവിടെ എത്തിക്കാനൊരു ശ്രമം നടത്തി എന്ന തരത്തിൽ ഒരു ധ്വനി വരുത്തും വിധമായിരുന്നു ഇന്നലെ രാവിലത്തെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനം പക്ഷേ ആകെ അങ്ങ് പാളിപ്പോയി. ആ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ പോലും പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ആ വിഷയത്തിൽ നിന്നും അതിനുശേഷം പിന്നോട്ട് പോവുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഉപകരണം വാങ്ങിയതിന്റെ ബില്ലല്ല എന്നുള്ളതിന് കൃത്യമായി തന്നെയുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടി വന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന സർജിക്കൽ കട ഉടമയുടെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് എങ്കിൽ അത് ഒരു ചെല്ലാൻ്റെ ഒരു ഡെലിവറി റെസിപ്റ്റ് മാത്രമാണ്. അതിനുള്ളിൽ എഴുതിയിരിക്കുന്ന മോസിലോസ്കോപ്പ് എന്ന് എഴുതിയത് അവരുടെ ഒരു ഉദ്യോഗസ്ഥന് പറ്റിപ്പോയ ഒരു കൈപ്പിഴ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ ഗൗരവമായി ഒന്നുമില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞ് വളരെ ലാഘവത്തോടെ ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ രാവിലെ പറഞ്ഞതെല്ലാം അന്തരീക്ഷത്തിലായി എന്ന് മാത്രമല്ല ആ വിഷയവുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുമായി. അതിനാൽ തന്നെ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി തുടരന്വേഷണങ്ങൾ ഉണ്ടാകില്ല. ഉപകരണം കണ്ടെത്തിയിട്ടുണ്ട്. ആ വിഷയം ഇന്നലത്തോടെ കർട്ടനിട്ട് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ ഹാരിസ് ചിറക്കൽ നടത്തിയ ചട്ടലംഘനങ്ങൾ സംബന്ധിച്ച വിഷയമാണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പരസ്യ പ്രതികരണം, ഫേസ്ബുക്കിൽ എഴുതിയിട്ട കുറിപ്പ്, ആ വിഷയങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സാധാരണ നിലയിൽ ശക്തമായ നടപടി എടുക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസിലിരുന്ന് സർക്കാർ നയങ്ങളെ വിമർശിക്കുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടലുകളെ വിമർശിക്കുക, പരസ്യ പ്രതികരണം നടത്തുക എന്നൊക്കെ പറയുന്നത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഹാരിസ് ചിറക്കൽ നടത്തിയ പ്രതികരണം സസുദ്ദേശത്തോടെ ഉള്ളത് എന്ന് കണ്ടുകൊണ്ട് ആ വിഷയത്തെ ഒഴിവാക്കി വിടാനുള്ള ശ്രമമാകും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. പരമാവധി പോയാൽ ഒരു താക്കീതിൽ നടപടി ഒടുങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.